നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ നേടിയ മിന്നും വിജയം. ആഹ്ലാദത്തിൽ സ്വന്തം നാടായ തച്ചനാട്ടുകരയിലെ UDF പ്രവർത്തകരും നേതാക്കളും. നാട്ടിൽ വൻ സ്വീകരണം നൽകാൻ ഒരുക്കങ്ങൾ. ചെർപ്പുളശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് മെയ് 9 അടയ്ക്കും. ടൗണിലെ ട്രാഫിക് പരിഷ്കരണത്തിൽ 9 മുതൽ അടിമുടി മാറ്റം. പൊതുജനങ്ങൾ ട്രാഫിക് ക്രമീകരണങ്ങളുമായി സഹകരിക്കണമെന്ന് നഗരസഭാ അധികൃതർ. ഒറ്റപ്പാലം പാലപ്പുറത്ത് ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡിലെ പരസ്യ ബോർഡിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മായന്നൂർ സ്വദേശിയായ അനീഷാണ് മരിച്ചത്. ഫുഡ് ഡെലിവറി ബോയാണ് അനീഷ്. ഒറ്റപ്പാലം തോട്ടക്കര ഭാഗത്ത് പുലിയുടേതെന്ന് തോന്നിക്കുന്ന കാൽപ്പാടുകൾ കണ്ടത് നാട്ടുകാരെ ആശങ്കയിലാക്കി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. കാൽപ്പാടുകൾ കാട്ടുപൂച്ചയുടേതാകാനാണ് സാധ്യതയെന്ന് ഉദ്യോഗസ്ഥർ. നെല്ലായയിൽ ഞാറ്റുവേല സാംസ്കാരിക സമിതി സംഘടിപ്പിക്കുന്ന സർഗോത്സവം മെയ് 9 നടക്കും. വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുമെന്ന് സംഘാടകർ. വാർത്തകൾ വിശദമായി. 12 MLA-മാർ മാത്രമല്ല കേട്ടോ, പാലക്കാട് ജില്ലയിൽ നിന്നും മറ്റൊരാൾ കൂടി MLA ആയിട്ടുണ്ട്. സന്ദീപ് വാര്യർ. കാസർകോട്ടെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്നും സന്ദീപ് വാര്യർ നേടിയ മിന്നും വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ് അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ തച്ചനാട്ടുകരയിലെ UDF പ്രവർത്തകരും നേതാക്കളും. സന്തോഷം പങ്കുവെച്ച് അവർ മധുര വിതരണവും നടത്തി. കൃത്യമായ കണക്ക് കൂട്ടലോടെ തന്നെയാണ് നേതൃത്വം അദ്ദേഹത്തെ തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയതെന്നും അതുകൊണ്ട് തന്നെ വിജയം പ്രതീക്ഷിച്ചിരുന്നതായും തച്ചനാട്ടുകരയിലെ UDF നേതാക്കൾ പറഞ്ഞു. പാലക്കാട്ട് നിന്നെത്തി 60 വർഷത്തെ ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് സന്ദീപ് വാര്യർ തകർത്തത്. തൃക്കരിപ്പൂരിലെ UDF നേതൃത്വത്തിന്റെ അത്രയും തന്നെ സന്തോഷത്തിലും ആവേശത്തിലുമാണ് സന്ദീപ് വാര്യരുടെ സ്വന്തം നാടായ തച്ചനാട്ടുകരയിലെ UDF-കാർ. സന്തോഷം പങ്കുവച്ച് അവർ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. കൃത്യമായ കണക്കുകൂട്ടലോടെ തന്നെയാണ് നേതൃത്വം അദ്ദേഹത്തെ തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത്. വിജയം ഉറപ്പായും പ്രതീക്ഷിച്ചിരുന്നതായി ചെത്തല്ലൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് V. രാമൻകുട്ടി ഗുപ്തൻ മലബാർ ന്യൂസിനോട് പറഞ്ഞു. അദ്ദേഹത്തിന് ഈ പ്രദേശത്തല്ല അയാൾ നിൽക്കാൻ സാധിച്ചതെങ്കിലും ഈ തൃക്കരിപ്പൂർ പ്രദേശത്താണ് പോയി നിന്നതെങ്കിലും ആദ്യം ആൾക്കാർക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇയാളെ കൊണ്ടുപോയി അവിടെ ഒതുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണെന്ന്. പക്ഷേ ആൾക്കാരും അതേമാതിരി നമ്മുടെ UDF-ൻ്റെ ആൾക്കാരും മുഴുവൻ ജനങ്ങൾക്ക് ബോധ്യം വരുത്തി ഈ സന്ദീപ് വാര്യർ ഒരു പ്രവർത്തകനാണെന്നും ജനകീയനാണെന്നും ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നുള്ള വിശ്വാസത്തിൻ്റെ മുകളിൽ അയാളെ എണ്ണിയ തീരാത്ത വോട്ടിനെ വിജയിപ്പിച്ചു. ഇതിൽ തച്ചനാട്ടുകര പഞ്ചായത്തിലെ UDF കമ്മിറ്റി, പഞ്ചായത്ത് എന്ന് വെക്കേണ്ട നമ്മുടെ ഈ പ്രദേശത്തെ കംപ്ലീറ്റ് UDF കമ്മിറ്റിക്കും വളരെ ആത്മാഭിമാനമുണ്ട്. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്ക് 1 വർഷം കൊണ്ട് തന്നെ UDF-ൻ്റെ ശബ്ദമായി മാറാൻ കഴിഞ്ഞു. MLA-ആയി വിജയിച്ചതിൽ തച്ചനാട്ടുകരയിലെ UDF പ്രവർത്തകരും അതിയായ ആവേശത്തിലാണ്. അദ്ദേഹത്തിന് വലിയ സ്വീകരണമൊരുക്കുമെന്ന് കോൺഗ്രസ് തച്ചനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് P. കൃഷ്ണദാസ് പറഞ്ഞു. പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ എല്ലാ എതിർപ്പുകളെയും മറികടന്നുകൊണ്ട് അഭിമാനകരമായ വിജയം നേടിയ സന്ദീപ് വാര്യർ ഞങ്ങളെ ഈ നാടിൻ്റെ അഭിമാനമാണ്. കഴിഞ്ഞ 1 വർഷക്കാലം കൊണ്ട് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയൊക്കെ മനം കവരുന്ന രീതിയിലുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ നാട്ടിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ UDF-ൻ്റെ ഏറ്റവും വലിയ ഒരു പോരാളിയാണ് സന്ദീപ് വാര്യർ. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്വീകരണം നൽകുന്നതിന് വേണ്ടി ആലോചിക്കുന്നതിനാണ് ഞങ്ങളിവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. കേരളത്തിൽ ഒട്ടാകെയുണ്ടായ മാറ്റത്തിൽ സന്ദീപ് വാര്യരുടെ പേരുകൂടി രേഖപ്പെടുത്തും. 60 വർഷത്തെ ഇടതുകോട്ട പൊളിച്ച അദ്ദേഹം തച്ചനാട്ടുകരയിലെ ഓരോ UDF പ്രവർത്തകനും അഭിമാനമാണെന്ന് മുസ്ലിം ലീഗ് തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് പറഞ്ഞു. CPM-ൻ്റെ കുത്തക മണ്ഡലമായ ഈ മണ്ഡലത്തിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ അഭിമാനകരമായ ഒരു വിജയമാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. അതിൽ മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അതിയായി സന്തോഷിക്കുന്നു. ആ കാര്യം കൂടി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ഈ കേരളം മുഴുവൻ വലിയൊരു തിരിച്ചുവരവ് നടത്തിയ ഈ സന്ദർഭത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അഭിമാനകരമായ ഒരു വിജയമാണ് സന്ദീപിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. EK നായനാർ മുഖ്യമന്ത്രി കസേരയിലേക്കെത്തിയ മണ്ഡലത്തിൽ നിന്നും വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇടതുപക്ഷം പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെയാണ് 4000 വോട്ടുകൾക്ക് മുകളിൽ ഭൂരിപക്ഷവുമായി സന്ദീപ് വാര്യർ വിജയക്കൊടി പാറിച്ചത്. തച്ചനാട്ടുകര ചെത്തല്ലൂർ സ്വദേശിയാണ് സന്ദീപ് വാര്യർ.
ചെർപ്പുളശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് മെയ് 9 മുതൽ പൂർണ്ണമായും അടച്ചിടും. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ കണക്കിലെടുത്താണ് സ്റ്റാൻഡ് അടച്ചിടുന്നത്. ടൗണിലെ ട്രാഫിക് ക്രമീകരണത്തിലും കാര്യമായ പരിഷ്കരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാലപ്പഴക്കത്താൽ ജീർണിച്ച ചെർപ്പശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ അപകടാവസ്ഥ കണക്കിലെടുത്താണ് മെയ് 9 മുതൽ ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും അടച്ചിടുന്നത്. ബസ് സ്റ്റാൻഡ് അടച്ചിടുന്നതിന്റെ ഭാഗമായി ടൗണിലെ ഗതാഗത ക്രമീകരണത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നഗരസഭയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗ തീരുമാനപ്രകാരം പട്ടാമ്പി, കൊപ്പം, നെല്ലായ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകളും ഷൊർണൂരിൽ നിന്നും മുണ്ടക്കോട്ടുകുറിശി വഴി വരുന്ന ബസ്സുകളും മിഥില റീജൻസി, സജിനി ടൈലേഴ്സ് എന്നിവിടങ്ങളിലുള്ള ബസ് സ്റ്റോപ്പുകളിൽ നിർത്തി യാത്രക്കാരെ ഇറക്കി പുതിയ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യേണ്ടതാണ്. തുടർന്ന് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട് പഴയ ബസ് സ്റ്റാൻഡിന് മുൻവശം നിർത്തി യാത്രക്കാരെ കയറ്റി പട്ടാമ്പി ഭാഗത്തേക്ക് പോകേണ്ടതുമാണ്. പെരിന്തൽമണ്ണ, പാലക്കാട്, മണ്ണാർക്കാട്, വെള്ളിനേഴി ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരെ ഇറക്കി പഴയ ബസ് സ്റ്റാൻഡിൽ നിർത്തി മിഥില റീജൻസിയുടെ സമീപം പാർക്ക് ചെയ്യേണ്ടതും തുടർന്ന് മിഥില റീജൻസി സ്റ്റോപ്പിൽ നിന്നും യാത്രക്കാരെ എടുത്ത് സജിനി ടൈലേഴ്സ് സ്റ്റോപ്പിൽ നിന്നും യാത്രക്കാരെ കയറ്റി പോകേണ്ടതാണ്. ഒറ്റപ്പാലം, കോതകുറിശി, ചളവറ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്ത് യാത്രക്കാരെ ഇറക്കി മിഥില റീജൻസി സ്റ്റോപ്പിൽ വന്ന് യാത്രക്കാരെ എടുത്ത് തിരിച്ച് സജിനി ടൈലേഴ്സ്, ഒറ്റപ്പാലം റോഡിലെ റോളക്സ് ഹോട്ടലിന് വശമുള്ള ബസ് സ്റ്റോപ്പ് എന്നിവിടങ്ങളിൽ നിന്നും യാത്രക്കാരെ കയറ്റി പോകേണ്ടതാണ്. എന്നിങ്ങനെയാണ് ബസ്സുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ക്രമീകരണം. ടൗണിലെ വാഹന പാർക്കിംഗ് സംബന്ധിച്ചും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സജിനി ടൈലേഴ്സിന് മുൻവശം പുതിയ ബസ് സ്റ്റോപ്പ് ക്രമീകരിച്ചിട്ടുള്ളതിനാൽ നിലവിലുള്ള ഓട്ടോ സ്റ്റാൻഡ് നമ്പർ 4 അർച്ചന ഏജൻസീസിന് മുൻവശത്തു നിന്നും ആരംഭിച്ച് ടൈമെക്സിന് മുൻവശം വരെ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഗുഡ്സ്, ടെമ്പോ ട്രാവലർ വാഹനങ്ങൾ ഒറ്റപ്പാലം റോഡിൽ പോസ്റ്റ് ഓഫീസിന് പരിസരത്തും പാർക്ക് ചെയ്യേണ്ടതാണ്. ടാക്സി കാറുകൾ പഴയ പെട്രോൾ പമ്പിൻ്റെ മുൻവശം മുതൽ പുത്തനാൽക്കൽ, കാളപ്പറമ്പ് വരെയുള്ള സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. പാർക്കിംഗ് നിരോധന മേഖലകളിൽ ഇതു സംബന്ധിച്ച ബോർഡുകൾ നഗരസഭ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ട്രാഫിക് ക്രമീകരണങ്ങളുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും നഗരസഭാ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ, വൈസ് ചെയർമാൻ C ജയകൃഷ്ണൻ, സ്ഥിരസമിതി അംഗങ്ങളായ അനിത, U രേഷ്മ, സെക്രട്ടറി VT പ്രിയ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സഭയുടെ പഴയ ബസ് സ്റ്റാൻഡ് അപകട ഭീഷണി മുൻനിർത്തിക്കൊണ്ട് പൂർണ്ണമായി അടയ്ക്കേണ്ട ഒരു നിർബന്ധിത ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വരുന്ന 9-ാം തീയതി ചെർപ്പുളശ്ശേരി നഗരസഭയുടെ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൂർണ്ണമായി അടച്ചിടാൻ നഗരസഭ തീരുമാനിച്ചിരിക്കുന്നു. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു പ്രസ് മീറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. കഴിഞ്ഞ 27/4/2026 കൗൺസിൽ തീരുമാനവും 30/4/2026 ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലെ തീരുമാനവും ഏകീകരിച്ചുകൊണ്ടുള്ള ഒരു പൊതു തീരുമാനത്തിൻ്റെ ഒടുവിലെ ഒരു നിർദ്ദേശമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഇത് ജനങ്ങളിലേക്കും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ്, പോസ്റ്റർ എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ, വാർഡ് ഗ്രൂപ്പുകൾ, മറ്റു എല്ലാ മറ്റു മാധ്യമങ്ങളിലൂടെ എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇതുമായി ജനങ്ങളുടെ നല്ലൊരു സപ്പോർട്ട്, നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് നഗരസഭയ്ക്ക് വേണം. അപ്പോൾ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ട് നമുക്ക് ഈ ഒരു ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കാം. ഒറ്റപ്പാലം പാലപ്പുറത്ത് നിയന്ത്രണം വിട്ട ഇരുചക്രവാഹനം റോഡരികിലെ പരസ്യ ബോർഡിലിടിച്ച് മറിഞ്ഞ് യുവാവ് മരിച്ചു. തൃശൂർ മായന്നൂർ പണ്ടാരക്കുന്നത്ത് വീട്ടിൽ 28-കാരനായ അനീഷാണ് മരിച്ചത്. ഓൺലൈൻ ഫുഡ് ഡെലിവറി ബോയായി ജോലി ചെയ്തു വരികയായിരുന്നു അനീഷ്. ബുധനാഴ്ച രാത്രി 12 മണിയോടെ പാലപ്പുറം സൂര്യ ഓഡിറ്റോറിയത്തിന് സമീപമായിരുന്നു അപകടം. ലക്കിടി ഭാഗത്ത് നിന്ന് വരികയായിരുന്ന ബൈക്ക് വളവിൽ നിയന്ത്രണം വിട്ട റോഡരികിലെ പരസ്യ ബോർഡിലിടിക്കുകയായിരുന്നു. അപകട സമയത്ത് പ്രദേശത്ത് മഴയുണ്ടായിരുന്നു. പരസ്യബോർഡിൽ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട വാഹനം റോഡരികിലെ ഡിവൈഡർ സ്റ്റോണുകളും ഇടിച്ചു തകർത്തു. സാരമായി പരിക്കേറ്റ അനീഷിനെ ഉടൻ തന്നെ കണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ലക്കിടി ഭാഗത്ത് നിന്നും ബൈക്ക് നിയന്ത്രണം വിട്ടു വരുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം തോട്ടക്കര ചേരിക്കുന്ന ഭാഗത്ത് പുലിയുടേതെന്ന് തോന്നിക്കുന്ന കാൽപ്പാടുകൾ കണ്ടത് നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തി. കുമ്പാരംകുന്നത്ത് രാജുവിന്റെ വീട്ടുമുറ്റത്താണ് കാൽപ്പാടുകൾ കണ്ടത്. രാത്രി നായ്ക്കൾ വലിയ രീതിയിൽ കുരയ്ക്കുന്നത് കേട്ടതായും രാവിലെ നോക്കിയപ്പോൾ വലിയ കാൽപ്പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടതായും വീട്ടുകാർ പറഞ്ഞു.
നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഇന്നലെ രാത്രി നായ്ക്കൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുരയ്ക്കലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നീച്ച് നോക്കിയപ്പോൾ അച്ഛനാണ് നീച്ച് നോക്കിയപ്പോൾ അത് ആ ഭാഗത്ത് കൂടെ പോകുമ്പോൾ 2 വീടായിട്ട് കിടക്കണ കാൽപ്പാട് കണ്ടു. അപ്പോൾ ഫോറസ്റ്റിനെ വിളിക്കലും അവർ വന്ന് നടപടി ഇവിടെ രാവിലെ വന്ന് കാര്യങ്ങൾ നോക്കിയപ്പോൾ അങ്ങനെ പൂച്ചറയാണ് എന്നാ പറയുന്നത്. അത് സ്ഥിരീകരിച്ചിട്ട് വിവരം തരാമെന്നാണ് പറഞ്ഞത്. ഉടൻ തന്നെ വനം വകുപ്പിന് വിവരമറിയിക്കുകയും കുളപ്പുള്ളി സെഷൻ ഫോറസ്റ്റ് ഓഫീസർ ജി അനിൽകുമാർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. കണ്ടത് പുലിയുടെ കാൽപ്പാടുകളല്ലെന്നും വലിയ കാട്ടുപൂച്ചയുടേതാകാനാണ് സാധ്യതയെന്നും വനം വകുപ്പ് അറിയിച്ചതോടെയാണ് നാട്ടുകാർക്ക് ആശ്വാസമായത്. പുള്ളിയിലെ ഫോറസ്റ്റാണ്. ഇവരെ രാജു എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ പുലിയുടെ കാൽപ്പാട് കണ്ട് വിളിച്ച് ഞങ്ങൾ വന്നതാണ്. അപ്പം പ്രാഥമികമായിട്ട് അത് കണ്ടിട്ട് പുലി അല്ലെന്നാണ് തോന്നുന്നത്. നമ്മളതിൻ്റെ അളവുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതിനി മേലിൽ അറിയിച്ചിട്ട് കൺഫേം ചെയ്തായിരിക്കും. പ്രാഥമികമായിട്ട് കാട്ടുപൂച്ച തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം ഒറ്റപ്പാലത്ത് ഇതേപോലൊരു വന്നായിരുന്നു പണ്ട്. അപ്പോൾ അത് നോക്കിയപ്പോൾ കാട്ടുപൂച്ചയാണ് അയച്ചു കൊടുത്തത്. കാട്ടുപൂച്ച തന്നെയാണ് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. പുലിയല്ലെന്നാണ് എന്തായാലും മേലിൽ അയച്ചു കൊടുത്തിട്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് പറയാം. വാണിയംകുളം പനയൂരിൽ വയോധികൻ മദ്യത്തിൽ ആസിഡും വിഷവും കലർത്തി കഴിച്ച് ജീവനൊടുക്കി. പനയൂർ കുണ്ടുകണ്ടത്തിൽ വീട്ടിൽ 75-കാരനായ കേശവനാണ് മരിച്ചത്. ബുധനാഴ്ച പതിവ് പോലെ ചോലക്കുളത്തിൽ കുളിക്കാൻ പോയതായിരുന്നു കേശവൻ. ഏറെ സമയം കഴിഞ്ഞിട്ടും തിരികെ വരാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ തിരച്ചിലിലാണ് കുളത്തിന് സമീപം ഇദ്ദേഹത്തെ ബോധരഹിതനായി കണ്ടെത്തിയത്. സമീപത്ത് നിന്ന് മദ്യക്കുപ്പിയും ആസിഡിന്റെയും വിഷത്തിന്റെയും കുപ്പികളും പോലീസ് കണ്ടെടുത്തു. ഉടൻ തന്നെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. സംസ്കാര ചടങ്ങുകൾ നടത്തി. സംഭവത്തിൽ ഷൊർണൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിചാരണ വേഗത്തിൽ തീർക്കാൻ ഹൈക്കോടതിയെ സമീപിച്ച പ്രതികളുടെ വിചാരണ പൂർത്തിയാക്കി കോടതി തടവും പിഴയും വിധിച്ചു. പെരിന്തൽമണ്ണ മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധിച്ചത്. വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വീട്ടുകാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച മൂർക്കനാട് സ്വദേശികളായ പറയരുകുണ്ടിൽ മുഹമ്മദ്, ഫവാസ് എന്നിവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി പെരിന്തൽമണ്ണ മുൻസിഫ് മജിസ്ട്രേറ്റ് KN ആശയാണ് ശിക്ഷ വിധിച്ചത്. വിവിധ വകുപ്പുകളിൽ 1-ാം പ്രതിയെ 6 മാസം തടവിനും 2000 രൂപ പിഴ അടയ്ക്കാനും, പിഴ അടയ്ക്കാത്ത പക്ഷം 15 ദിവസം അധിക തടവിനുമാണ് ശിക്ഷിച്ചത്. കുറ്റക്കാരനായി കണ്ടെത്തിയ 2-ാം പ്രതി വിദേശത്തായതിനാൽ 2-ാം പ്രതിക്കുള്ള ശിക്ഷ പിന്നീട് പറയും. 2017 ഏപ്രിൽ 11-നാണ് കേസിനാസ്പദമായ സംഭവം. അന്നേ ദിവസം വൈകുന്നേരം പരാതിക്കാരിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി പരാതിക്കാരിയെയും മക്കളെയും ആക്രമിച്ചതിന് കുളത്തൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. വിചാരണ പെട്ടെന്ന് തീർക്കണമെന്നാവശ്യപ്പെട്ട് 1-ാം പ്രതിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്ന് 8 മാസത്തിനകം കേസ് വിചാരണ പൂർത്തിയാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇപ്പോൾ കേസിൽ 6 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കിയാണ് കോടതി വിധി പറഞ്ഞത്. പ്രോസിക്യൂഷനു വേണ്ടി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ E. നവാബ് ഖാൻ ഹാജരായി. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഞാറ്റുവേല സാംസ്കാരിക സമിതി സംഘടിപ്പിക്കുന്ന സർഗോത്സവം 2026 മെയ് 9 നെല്ലായയിൽ നടക്കും. വിപുലമായ പരിപാടികളാണ് സർഗോത്സവം 2026 ഭാഗമായി സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈവിധ്യമാർന്ന കലാസാംസ്കാരിക പരിപാടികൾ സംയോജിപ്പിച്ചാണ് നാറ്റുവേല സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ നാറ്റുവേല സർഗോത്സവം 2026 സംഘടിപ്പിക്കുന്നത്. ജീവിതകാലം അത്രയും ചക്രകസേരയിൽ കഴിയുന്ന സുമ്മയ്യ എന്ന പെൺകുട്ടിയുടെ മോഹപ്പൂക്കൾ എന്ന രചനാ സമാഹാരം ഉൾപ്പെടെ 13 പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനം, സാഹിത്യ സംഭാഷണം, ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ നൃത്താവതരണം, കവിതകളുടെ നൃത്താവിഷ്കാരം തുടങ്ങി വൈവിധ്യങ്ങളായ പരിപാടികളാണ് സർഗോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. മെയ് 9 വൈകിട്ട് 4 മണി മുതൽ നെല്ലായ പട്ടിശ്ശേരി സിറാജുൽ ഹുദ മദ്രസ ഹാളിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. പരിപാടി എഴുത്തുകാരൻ രാജേഷ് മേനോൻ ഉദ്ഘാടനം ചെയ്യും. കവി പവിത്രൻ തീക്കുനി മുഖ്യാതിഥിയാകും. സാംസ്കാരിക പ്രവർത്തകരായ സജീവൻ വൈക്കത്ത്, ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി, ദുർഗാമാലതി, സംഗീത ചേനംപുല്ലി, ബാബു ചോലയിൽ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് ഓംകാരം നൃത്ത കലാലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധ നൃത്താവതരണങ്ങളും നടക്കും. തുടർന്ന് അഞ്ജലി സുധാകരൻ നയിക്കുന്ന കവിതയുടെ നൃത്താവിഷ്കാരവും പുസ്തക പ്രകാശനങ്ങളും നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ ഹരിശങ്കർ മുന്നൂർക്കോട്, മണികണ്ഠൻ പട്ടിശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജലക്ഷ്മി സാഹിത്യോത്സവം എന്നുള്ള പേരിൽ ജനുവരിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. അതുപോലെ മറ്റൊരു
വിപുലമായിട്ടുള്ള പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്ന ഞാറ്റുവേല സർഗോത്സവം എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളെയും സർഗാത്മകമാക്കി മാറ്റുന്നതിനുള്ള ഇടപെടലാണ് ഞാറ്റുവേല ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരു ദർശനം അനിവാര്യമാണ്. എല്ലാ മനുഷ്യരും ഒരർത്ഥത്തിൽ ദാർശനികരാണ് എന്ന ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പരിപാടി ആവിഷ്കരിക്കുന്നത്. അങ്ങനെ അവനവൻ്റേതായ ഒരു ദർശനത്തിൽ കൂടി സ്വയം മനസ്സിലാക്കാനും പ്രപഞ്ചത്തെ മനസ്സിലാക്കാനും സാധിക്കുമ്പോൾ മാത്രമേ ജീവിതം വിജയിക്കൂ. അപ്പോൾ അത്തരത്തിൽ എല്ലാ മനുഷ്യരെയും, അത് ഏത് മേഖലയിൽപ്പെട്ട മനുഷ്യരാവട്ടെ, അവരെ എല്ലാവരെയും സർഗാത്മകമായ ഒരു ജീവിതത്തിന് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഞാറ്റുവേല സാംസ്കാരിക സമിതി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വ്യത്യസ്തങ്ങളായ വിവിധ സർഗ പരിപാടികൾ നമ്മളെല്ലാ സന്ദർഭങ്ങളിലും സംഘടിപ്പിക്കാറുണ്ട്. പട്ടാമ്പി നഗരസഭയിലെ കുടിവെള്ള പ്രശ്നം പമ്പ് ചെയ്യുന്നതിന് ആവശ്യമായ വെള്ളം പുഴയിൽ ഇല്ലാത്തത് പരിഹരിക്കാൻ സംയുക്ത പരിശോധന നടത്തി. കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. നഗരസഭയിലേക്ക് കുടിവെള്ളം പമ്പ് ചെയ്യുന്നതിനാവശ്യമായ വെള്ളം പുഴയിൽ ഇല്ലാത്തതിനാൽ ശാശ്വത പരിഹാരം കാണുന്നതിന്റെ ഭാഗമായാണ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ സംയുക്ത പരിശോധന നടത്തിയത്. ബസ് സ്റ്റാൻഡ് പമ്പ് ഹൗസിൽ പമ്പിങ്ങിനാവശ്യമായ വെള്ളം ലഭിക്കാത്ത സാഹചര്യം നഗരസഭാ ചെയർപേഴ്സൺ ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് നടപടി. കളക്ടറുടെ നിർദ്ദേശപ്രകാരം ചെറുകിട ജലസേചന വിഭാഗം, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ, നഗരസഭാ പ്രതിനിധികൾ എന്നിവർ പമ്പ് ഹൗസും അനുബന്ധ പ്രദേശങ്ങളും നേരിട്ട് സന്ദർശിച്ചു. നിലവിലെ തടസ്സങ്ങൾ നീക്കി പമ്പിങ്ങിനാവശ്യമായ വെള്ളം ലഭ്യമാക്കുന്നതിന് സാങ്കേതിക നടപടികൾ സ്വീകരിക്കുമെന്ന് ചെറുകിട ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. നഗരസഭാ ചെയർപേഴ്സൺ ടി പി ഷാജി, മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജു, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജയ് കുമാർ തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു. വാട്ടർ അതോറിറ്റിയെ പ്രതിനിധീകരിച്ച് ഷൊർണൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്യാംജിത്ത്, പാലക്കാട് PH ഡിവിഷൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് സലീം കുമാർ, പട്ടാമ്പി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ നിയാസ് CM എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. തുടർന്ന് നടന്ന യോഗത്തിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിതേഷ് മൂളിക്കുന്നം, കൗൺസിലർമാരായ TP ഉസ്മാൻ, കൃഷ്ണദാസ്, നഗരസഭാ സെക്രട്ടറി ഡോക്ടർ അമൽ S എന്നിവരും പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ തന്നെ കുടിവെള്ള വിതരണം സുഗമമാക്കുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അമ്പലപ്പാറ കടമ്പൂർ യുവരശ്മി ക്ലബ്ബ് ആൻഡ് വായനശാലയുടെയും BVALP സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി നീന്തൽ പരിശീലനം ആരംഭിച്ചു. കടമ്പുഴിപ്പുറം കൊല്ലിയാനി ശ്രീ ദുർഗാക്ഷേത്രകുളത്തിൽ വെച്ച് നടക്കുന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം BVALP സ്കൂൾ പ്രധാനാധ്യാപിക VM ലീന നിർവഹിച്ചു. കുട്ടികളുടെ കായികക്ഷമത വർദ്ധിക്കുന്നതിനൊപ്പം അപകടഘട്ടങ്ങളിൽ സ്വയം രക്ഷയ്ക്കുള്ള ഒരു ഉപാധി എന്ന നിലയിലാണ് ഈ വർഷം നീന്തൽ പരിശീലനത്തിന് മുൻഗണന നൽകിയിരിക്കുന്നത്. പാലക്കാട് DSQ റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ AN മോഹനൻ മുഖ്യ പരിശീലകനായും KT വിജയൻ സഹപരിശീലകനായുമാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. ഇവരെ സഹായിക്കുന്നതിനായി യുവരശ്മി യൂത്ത് വിംഗ് അംഗങ്ങളായ VJ സിദ്ധാർത്ഥ്, K അഭയ്, K അഭിനവ് എന്നിവരും രംഗത്തുണ്ട്. മെയ് 7 മുതൽ 16 വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ രാവിലെ 7:30 മുതൽ 9:30 വരെയാണ് പരിശീലന സമയം. 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി ആൺകുട്ടികളും പെൺകുട്ടികളും ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ നടന്ന 2 ഘട്ടങ്ങളിലായി 97ഓളം വിദ്യാർത്ഥികൾക്ക് ക്ലബിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകിയിരുന്നു. നിലവിൽ 3ാം ബാച്ചിൽ 35 കുട്ടികളാണ് നീന്തൽ പഠിക്കുന്നത്. ആദ്യം കടമ്പൂർ ചാക്കോട്ടുകുളത്തിൽ പരിശീലനം നടത്താനായി പായൽ നീക്കി വൃത്തിയാക്കിയെങ്കിലും കുളത്തിൽ വെള്ളം കുറഞ്ഞതിനെ തുടർന്ന് പരിശീലനം കൊല്ലിയാനിയിലേക്ക് മാറ്റുകയായിരുന്നു. ചാക്കോട്ടുകുളം നീന്തൽ പരിശീലനത്തിന് അനുയോജ്യമായ രീതിയിൽ നവീകരിച്ചു നൽകണമെന്ന് ക്ലബ് അംഗങ്ങൾ പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചടങ്ങിൽ യുവരശ്മി ക്ലബ്ബ് സെക്രട്ടറി A ഹരിദാസ്, സ്കൂൾ PTA പ്രസിഡന്റ് TP രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. 19 മനുഷ്യരുടെ ജീവനെടുത്ത KSRTC ബസ് ഇനി ഓർമ്മകളിൽ മാത്രം അവശേഷിക്കും. തമിഴ്നാട്ടിലെ അവിനാശി ദുരന്തത്തിൽ തകർന്ന KSRTC വോൾവോ ബസ് തൃത്താലയിൽ എത്തിച്ച് പൊളിച്ചു തുടങ്ങി. നടക്കുന്ന ഓർമ്മകളെ ബാക്കിയാക്കി തമിഴ്നാട്ടിലെ അവിനാശിയിൽ 19 പേരുടെ മരണത്തിനിടയാക്കിയ KSRTC ബസ്സാണ് പൊളിക്കാനായി എത്തിയത്. 48 യാത്രക്കാരുമായി ബാംഗ്ലൂരുവിൽ നിന്നും കൊച്ചിയിലേക്ക് വരികയായിരുന്നു KSRTCയുടെ RS 784 നമ്പർ ബാംഗ്ലൂരു എറണാകുളം വോൾവോ ബസ്. എതിരെ വന്ന കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് ഡിവൈഡർ മറികടന്ന് KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബസിന്റെ വലതുഭാഗത്തിരുന്ന ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ 19 പേരാണ് അപകടത്തിൽ മരിച്ചത്. ഒറ്റപ്പാലം തിരുവേഗപ്പുറ സ്വദേശികളും അപകടത്തിൽ മരിച്ചു. 2020 ഫെബ്രുവരി 20-നുണ്ടായ അപകടത്തിൽപ്പെട്ട ബസ് 6 വർഷത്തിന് ശേഷമാണ് പൊളിക്കാനെത്തിയത്.
എടപ്പാൾ ഡിപ്പോയിൽ നിന്ന് പട്ടാമ്പി വാടാനംകുറിശ്ശിയിലെ ഖാജ, കരീം, നവാസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള KGN ജനറൽ ട്രേഡിംഗ് കമ്പനിയാണ് ലേലത്തിൽ ബസ്സുകൾ എടുത്തത്. തൃത്താല, കണ്ണൂരിലെ ഒഴിഞ്ഞ പാടത്താണ് ബസ് പൊളിക്കുന്നതിനായി എത്തിച്ചത്. ഉപയോഗം ഇല്ലാത്ത വേറെയും KSRTC ബസ്സുകൾ പൊളിക്കുന്നതിനായി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിളാതീരത്തെ ഒഴിഞ്ഞ പാടത്ത് ബസ് പൊളിക്കുന്ന ജോലികൾ പുരോഗമിക്കുമ്പോൾ അവിടം സന്ദർശിക്കുന്ന ഏതൊരാളുടെയും കണ്ണു നനയിക്കുന്ന കാഴ്ചയാണ് ഉള്ളിൽ ബാക്കിയാവുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് വേഗമെത്താൻ വെമ്പൽ കൊണ്ട് യാത്രക്കാർ ഇരുന്നിരുന്ന ഓരോ സീറ്റുകളും പൊട്ടിച്ചിതറിയ ചില്ലുകളും ഇന്നും ആ ദുരന്ത നിമിഷത്തിന്റെ സാക്ഷ്യപത്രങ്ങളായി അവിടെയുണ്ട്. ബസിന്റെ ഓരോ ഭാഗവും വേർപെടുത്തുമ്പോൾ അത് വെറുമൊരു ഇരുമ്പു കൂമ്പാരമല്ല, മറിച്ച് ഉണങ്ങാത്ത നോവായി മാറിയ ഒരു കൂട്ടം മനുഷ്യരുടെ ജീവന്റെ തുടിപ്പുകളാണെന്ന് തോന്നിപ്പിക്കും. അങ്ങാടിപ്പുറം കേന്ദ്രമായുള്ള സമ്പൂർണ്ണ കലാസ്ഥാപനമായ ശൈലേശ്വരി കലാസഭയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ മെയ് 9 തുടങ്ങും. 501 കലാകാരന്മാർ പങ്കെടുക്കുന്ന മഹാപഞ്ചരത്ന കീർത്തനാലാപനത്തോടെയാണ് രജത ജൂബിലി ആഘോഷങ്ങൾ തുടങ്ങുക എന്ന് സംഘാടകർ പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 501 കലാകാരന്മാർ പങ്കെടുക്കുന്ന കീർത്തനാലാപനം സംസ്ഥാനത്ത് ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത്. അങ്ങാടിപ്പുറം തിരുമാധാംകുന്ന് ക്ഷേത്രം ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന പരിപാടി പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു മുഖ്യാതിഥിയാകും. കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പാവതി പൊയ്പ്പാടത്ത് തുടങ്ങി സാംസ്കാരിക രംഗത്തെ കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പാവതി പൊയ്പ്പാടത്ത് തുടങ്ങി സാംസ്കാരിക രംഗത്തെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും. ശുദ്ധ സംഗീതത്തിന്റെ പശ്ചാത്തലത്തിൽ 501 പേർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറും. വായ്പാട്ടിൽ പ്രൊഫസർ PR കുമാര കേരളവർമ്മ, തൃക്കാരിയൂർ R രാജലക്ഷ്മി, വയലിനിൽ നെല്ലായി K വിശ്വനാഥൻ, മാഞ്ഞൂർ രഞ്ജിത്ത്, മൃദംഗത്തിൽ ചേർത്തല S ദിനേശ്, ഡോക്ടർ K ജയകൃഷ്ണൻ, ഇടക്കയിൽ തൃപ്പൂണിത്തറ കൃഷ്ണദാസ്, മുഖർശങ്കിൽ പറവൂർ ഗോപകുമാർ, വീണയിൽ ഡോക്ടർ NK പത്മവർമ്മ, പ്രൊഫസർ കാമാക്ഷി, പുല്ലാങ്കുഴലിൽ പ്രതാപ് എങ്ങണ്ടിയൂർ, ശ്രീറാം ബാലകൃഷ്ണൻ ഓങ്ങല്ലൂർ തുടങ്ങിയ സംഗീതരംഗത്തെ പ്രമുഖർ പഞ്ചരത്ന കീർത്തനാലാപനത്തിൽ പങ്കെടുക്കും. കലാസഭാ ചെയർമാൻ PC അരവിന്ദൻ സമാദരണം നടത്തും. സംഗീത ആചാര്യ N ശ്യാമളയെ വേദിയിൽ ആദരിക്കും. കലാസഭയുടെ സ്ഥാപകൻ നാരായണൻ നമ്പീശിനെ ചടങ്ങിൽ അനുസ്മരിക്കും. 501 കലാകാരന്മാർ പങ്കെടുക്കുന്ന കീർത്തനാലാപനം സംസ്ഥാനത്ത് ആദ്യമായാണ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 8 വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് പ്രൊഫസർ താമരക്കാട് ഗോവിന്ദൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കമലാംബ നവാവരണ കൃതികളുടെ ആലാപനം ക്ഷേത്രപരിസരത്ത് നടക്കും. 9 രാവിലെ 8:30 കലാസഭയുടെ സ്ഥാപകൻ നാരായണൻ നമ്പീശന്റെയും ത്യാഗരാജ സ്വാമികളുടെയും ഛായാചിത്രത്തിന് മുന്നിൽ തിരി തെളിയിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടക്കും. ചീഫ് കോർഡിനേറ്റർ പീതാംബരൻ ആനമങ്ങാട്, ജനറൽ കൺവീനർ ഡോക്ടർ ശ്രീദേവി അങ്ങാടിപ്പുറം, ആക്ടിംഗ് ചെയർമാൻ ശ്രീ സജിത് പെരിന്തൽമണ്ണ, ഫിനാൻസ് ചെയർമാൻ P രാധാകൃഷ്ണൻ, കോർഡിനേറ്റർ KV പുഷ്പലത എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 1000-ലധികം വർഷം പഴക്കമുള്ള പെരുമാങ്ങോട് ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഉപദൈവമായ ശാസ്താവിന്റെ പ്രതിഷ്ഠാദിനവും സംഗീതോത്സവവും മെയ് 16 ആഘോഷിക്കും. ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഭാഗവത സപ്താഹയജ്ഞം മെയ് 8 ആരംഭിക്കും. ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും. രാവിലെ 7:30 സംഗീതോത്സവം ആരംഭം, 9 മണിക്ക് പഞ്ചരത്ന കീർത്തനാലാപനം, 11 മണിക്ക് പ്രസാദ ഊട്ട്, വൈകിട്ട് കിർമി രഥവധം, കഥകളി എന്നിവ നടക്കും. യജ്ഞാചാര്യന്മാരായ കിഴക്കേടൻ രാമൻ നമ്പൂതിരി, പാർത്തനാത്തില്ലം വേണുഗോപാൽ, സഹാചാര്യൻ പെരുമനം വിജയൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലാണ് സപ്താഹയജ്ഞം നടക്കുന്നത്. സപ്താഹത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും വൈകിട്ട് വിവിധ കലാപരിപാടികളും അരങ്ങേറും. മെയ് 15 പെരുമാങ്ങോട് കൂട്ടുകാർ ഒരുക്കുന്ന ഭക്തിഗാന സുധയും ഉണ്ടാകും. സപ്താഹം മെയ് 8 മുതൽ 15 വരെ നടത്തുന്നുണ്ട്. അതോടനുബന്ധിച്ച് തന്നെ പ്രദേശവാസികളായ കുട്ടികളുടെയും വലിയവരുടെയും കലാപരിപാടികൾ എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് അരങ്ങേറുന്നുണ്ട്. 13 വേണമെങ്കിൽ പറയാം അല്ലേ. മെയ് 10 നൃത്തസന്ധ്യ, ശ്രീമതി ആതിര രമേഷ് കുമാർ, അതേപോലെ ആഹാര്യ സ്കൂൾ ഓഫ് ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ് എന്ന സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ ഉണ്ടായിരിക്കുന്നതാണ്. മെയ് 11 അക്ഷരശ്ലോക സദസ്സ്, ശ്രീകൃഷ്ണപുരം കുട്ടിക്കൂട്ടം അവതരിപ്പിക്കുന്ന പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്.
നന്ദിത PV അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യയും ഉണ്ടായിരിക്കുന്നതാണ്. മെയ് 12-ാം തീയതി ശ്രുതിലയം ശ്രീകൃഷ്ണപരത്തിൻ്റെ സംഗീത സന്ധ്യ ഉണ്ടായിരിക്കുന്നതാണ്. നാട്ടുകാരുടെ സഹകരണത്തോടെ മുഖമണ്ഡപ നിർമ്മാണം, ശ്രീകോവിൽ, ചെമ്പോല പതിക്കൽ, ക്ഷേത്രക്കുളം നവീകരണം തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ ക്ഷേത്രസമിതിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശുഭാദേവിയുടെ നേതൃത്വത്തിൽ നാരായണീയം പഠനവും ആധ്യാത്മിക മണ്ഡപത്തിന്റെ പ്രവർത്തനങ്ങളും ക്ഷേത്രത്തിൽ സജീവമാണ്. പെരുമാങ്ങോട് വിഷു ക്ഷേത്രത്തിലെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠാദിനം ഈ വരുന്ന മെയ് 16-ാം തീയതി ശനിയാഴ്ച വളരെ വിപുലമായിട്ട് ആഘോഷിക്കുകയാണ്. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ ഈക്കാട്ട് നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന വിശേഷാൽ പൂജകൾക്ക് പുറമെ അന്നേ ദിവസം രാവിലെ എല്ലാ വർഷത്തെയും പോലെ രാവിലെ കൃത്യം 8 മണിക്ക് തന്നെ പെരുമാങ്ങോട് ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഗീതോത്സവം ആരംഭിക്കുന്നു. തുടർന്ന് 9 മണിക്ക് പ്രശസ്ത സംഗീതജ്ഞർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് സംഗീതോത്സവം തുടരും. വൈകുന്നേരം 6:30 പ്രഗത്ഭർ പങ്കെടുക്കുന്ന കിർമീരവധം കഥകളി കൂടി ഉണ്ടായിരിക്കുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ ക്ഷേമസമിതി പ്രസിഡന്റ് M. ചാമി, സെക്രട്ടറി PV ശശിധരൻ, K. ഭവദാസൻ, K. രമേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ബഡ് സ്കൂൾ കുട്ടികൾക്ക് ഫാനുകൾ നൽകി KMCC. ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ബഡ്സ് സ്കൂൾ ബസ്സിൽ ഫാൻ സൗകര്യമില്ലാതെ കുട്ടികൾ ചുട്ടുപൊള്ളി യാത്ര ചെയ്യുന്ന വിവരമറിഞ്ഞാണ് വല്ലപ്പുഴ പഞ്ചായത്ത് ഗ്ലോബൽ KMCC ബസ്സിലേക്ക് വേണ്ട 5 ഫാനുകൾ സംഭാവന ചെയ്തത്. ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. KMCC എന്ന് പറഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ രംഗത്തും ഏറെ മുന്നിൽ നിൽക്കുന്നൊരു സംഘടനയാണ്. അതിൻ്റെ ഏറ്റവും നമുക്ക് ഏറ്റവും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഘടകം തന്നെയാണ് നമ്മുടെ കുട്ടികൾ. ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഏറ്റവും ഹൃദയസ്പർശമായ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അവർക്കാണ് ഏറ്റവും സഹായം ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിന് പറഞ്ഞ ഉടനെ അതിന് മുന്നോട്ട് വന്ന പിന്നെയും എടുത്തു പറയാൻ മുന്നോട്ട് വന്ന കബീർക്ക ഇനിയും നമ്മളിങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പോലെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനിയും നമ്മുടെ KMCC നമ്മുടെ സംഘടന മുന്നോട്ട് വരണം. അത് എന്തായാലും വല്ലപ്പുഴയിൽ ബസ് സ്കൂളിലെ ഒരു ഭാഗ്യം തന്നെയാണ് നിങ്ങൾ കിട്ടിയ ഈ ഒരു ഗ്ലോബൽ KMCC പ്രസിഡന്റ് കബീർ കളത്തിൽ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ TP അസൈനാർ ഹാജി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംസീന C, വല്ലപ്പുഴ സർവീസ് ബാങ്ക് വൈസ് പ്രസിഡന്റ് MT കുഞ്ഞുമുഹമ്മദ്, അഡ്വക്കേറ്റ് AA ജമാൽ, NT സലാം, K സദക്കത്തുള്ള, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നൌഫൽ, K യാസിൻ, TP ബാബു, A അൽത്താഫ്, CT യൂസഫ്, വിജി ടീച്ചർ, മറ്റ് അധ്യാപികമാർ, കുട്ടികൾ എന്നിവർ പങ്കെടുത്തു. മഴയെത്തു മുൻപ് ക്യാമ്പയിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് വ്യാപാരികളുടെ നേതൃത്വത്തിൽ ശുചിത്വ ഹർത്താൽ ആചരിച്ചു. കടകൾക്കകത്തും പുറത്തുമായി ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതസേനയ്ക്ക് നൽകിയതും ജൈവമാലിന്യങ്ങൾ സംസ്കരിച്ചുമുള്ള പ്രവർത്തനങ്ങളാണ് വ്യാപാരികൾ തങ്ങളുടെ സ്ഥാപനങ്ങളിൽ നടത്തിയതെന്ന് ഏകോപന സമിതി പ്രസിഡന്റ് KL ബേബി പറഞ്ഞു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ശുചിത്വ മിഷൻ്റെ ഭാഗമായിട്ട് വൃത്തിയാക്കുന്നതിൻ്റെ മുന്നോടിയായി ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഈ കൈരളി സൂപ്പർ മാർക്കറ്റ് എന്ന സ്ഥാപനത്തിൽ വളരെ ഭംഗിയായി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വൃത്തിയാക്കി നല്ല ഭംഗിയായിട്ട് മാലിന്യങ്ങളെല്ലാം അടിച്ചുവാരി ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്നതിനുള്ള ബാഗിലാക്കി ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നത് പൂർത്തിയാക്കിയിരിക്കുന്നു. ഏതായാലും പഞ്ചായത്തിനും അതുപോലെ തന്നെ വ്യാപാരികൾക്കും ഇതൊരു നല്ല ശുഭദിനമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ പൊതുജന വായനശാലയുടെ 10ാം വാർഷിക ആഘോഷങ്ങൾ
കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനുമായ ബിജുമോൻ പന്തിരുകുലം മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ അധ്യക്ഷത വഹിച്ചു. വായനശാല പ്രസിഡന്റ് A സതീഷ് കുമാർ, സെക്രട്ടറി TG രാംകുമാർ, സാഹിത്യകാരി ശാലിനി മുരളി, കൗൺസിലർമാരായ അർച്ചന സജിത്ത്, ചലച്ചിത്ര സംവിധായകൻ റഷീദ് പാറയ്ക്കൽ, ചലച്ചിത്ര താരം സനൂജ സോമനാഥ്, K സത്യപ്രകാശ്, PK ജയകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഇനി വാണിജ്യ വാർത്തകൾ. ഒഴിവുവേളകൾ ആനന്ദകരമാക്കാൻ ഇനി വേറെങ്ങും പോകേണ്ട. കുട്ടികളോടും കുടുംബത്തോടുമൊപ്പം അല്പനേരം ഉല്ലസിക്കാൻ വല്ലപ്പുഴയിൽ ഇതാ ഒരിടം. ഡിസ്നിലാൻഡ് ഫാമിലി പാർക്ക് വല്ലപ്പുഴ തെങ്ങുംവളപ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. സയ്യിദ് ഹാഷിം തങ്ങൾ സിഡ്നി ലാൻഡ് ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കും അല്പനേരം ഉല്ലസിക്കാൻ ഇനി ദൂരെയെങ്ങും പോകേണ്ട. ആകർഷകവും വൈവിധ്യവുമാർന്ന റൈഡുകൾ ഒരുക്കി ഡിസ്നിലാൻഡ് ഫാമിലി പാർക്ക് വല്ലപ്പുഴയിൽ തുറന്നു. സയ്യിദ് ഹാഷിം തങ്ങൾ ഡിസ്നിലാൻഡ് ഫാമിലി പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉടമകളും മറ്റ് അതിഥികളും നാട്ടുകാരും ചടങ്ങിൽ സന്നിഹിതരായി. കുട്ടികൾക്കും മുതിർന്നവർക്കും രസം പകരുന്ന നിരവധി റൈഡുകളാണ് ഡിസ്നിലാൻഡിൽ ഒരുക്കിയിട്ടുള്ളത്. കൊളംബസ്, ഡ്രാഗൺ ട്രെയിൻ, മാജിക് കാർ, കിഡ്സ് ബോട്ടിംഗ്, ബൗൺസി, ട്രംപോളി, സീസോ, ഊഞ്ഞാലകൾ എന്നിവയോടൊപ്പം മായികാനുഭവം സമ്മാനിക്കുന്ന VR എക്സ്പീരിയൻസും ഡിസ്നിലാൻഡിൽ ഉണ്ട്. വേറിട്ട അനുഭവം നൽകുന്ന ഡിസ്നിലാൻഡ് ഫാമിലി പാർക്കിലെ റൈഡുകൾ എല്ലാം പൂർണ്ണമായ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ഒരുക്കിയിരിക്കുന്നത്. 20 രൂപയാണ് എൻട്രി ഫീസ്. കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വിനോദം എന്ന പ്രത്യേകതയോടെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി 250 രൂപയുടെ കോംബോ ടിക്കറ്റും ഒരുക്കിയിട്ടുണ്ടെന്ന് ഉടമകൾ പറഞ്ഞു. ഇവിടെ സൗകര്യങ്ങൾ മാക്സിമം ചെയ്തിട്ടുണ്ട്. രാവിലെ ഒരു 10 to രാത്രി 10 മണി വരെയാണ് ടൈം ഉദ്ദേശിക്കുന്നത്. വലിയവർക്കും കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ റൈഡുകളുണ്ട്. ഒരു 20 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്.
പിന്നെ വരുന്ന വലിയവർക്കുള്ള റൈഡുകളുണ്ട്, കൊളംബസ് ഉണ്ട്, ഡ്രാഗൺ ഉണ്ട്, പിന്നെ കുട്ടികൾക്കുള്ള ബൗൺസി, കോംബോ, അങ്ങനെ വാട്ടർ ബോട്ടിങ് എല്ലാ സൗകര്യവും ഉണ്ട്. വലിയവർക്ക് മുതിർന്നവർക്കൊക്കെ ഒരു 3-4 മണിക്കൂർ എൻജോയ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ ഇതിൽ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇനി വരും ഭാവിയിൽ ഒരു അപ്ഡേറ്റ് ചെയ്യാനുള്ള കുറേ പദ്ധതികളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എൻട്രി ഫീസ് അടക്കം 250 രൂപ കൊടുത്താൽ എല്ലാ റൈഡും യൂസ് ചെയ്യാം ഒരാൾക്ക്. കുട്ടികൾക്കാണ്. അതൊരു ഏകദേശം ഒരു 2 വയസ്സ് മുതൽ ഏകദേശം ഒരു 10-12 വയസ്സ് വരെ ഏജ്. പിന്നെ വലിയവർക്ക് കയറിന് മാത്രം രണ്ട് റൈഡുണ്ട്, അത് കയറിന് മാത്രം എടുത്താൽ മതി. എല്ലാ ദിവസവും ഓപ്പണാണ്. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് പാർക്കിന്റെ പ്രവർത്തന സമയം. അവധി ദിനങ്ങളും ആഘോഷവേളകളുമെല്ലാം കുടുംബത്തോടൊപ്പം അടിച്ചുപൊളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും മികച്ചൊരു അനുഭവം സമ്മാനിക്കുന്നതാണ് വല്ലപ്പുഴയിലെ ഡിസ്നിലാൻഡ് ഫാമിലി പാർക്ക്. എല്ലാത്തിലും കയറി, എല്ലാ റൈഡും നല്ല അടിപൊളിയാണ്. പാർക്ക് നല്ല അടിപൊളിയാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. അടിപൊളിയാണ്, സൂപ്പറാണ്. എല്ലാ റൈഡും അടിപൊളിയാണ്. സൂപ്പർ അടിപൊളിയാണ്. എന്താ, നമുക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ പറ്റിയ റൈഡാണ്. നല്ല രസമുണ്ട്. പേടിയാവണമെന്നില്ല, എന്നാലും നല്ല രസം. ഫാമിലിയായി വരാൻ പറ്റുന്ന നല്ല സൂപ്പർ പാർക്കാണ്. എല്ലാവരും വരണം. കാണാൻ നല്ല പ്ലേസ് ഉണ്ട്, നല്ല സാധനങ്ങളെല്ലാം ഉണ്ട്. ഓക്കെയാണ് പാർക്ക്. എപ്പോഴും എല്ലാവർക്കും വരാൻ പറ്റിയ പാർക്കാണ്. പാർക്ക് നല്ല ഉഷാറാണ്. നല്ല റൈഡുകളൊക്കെ ഉണ്ട്. ആരോഗ്യമേഖലയിൽ ശ്രീകൃഷ്ണപുരത്തിന് മുതൽക്കൂട്ടായി മാറിയ എലൈറ്റ് മെഡിക്കൽ സെന്ററിൽ ഇനി എക്സ്റേയും. എലൈറ്റ് ഡിജിറ്റൽ എക്സ്റേ സെന്ററിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടന്നു. കുറഞ്ഞ കാലം കൊണ്ട് ശ്രീകൃഷ്ണപുരത്തിന്റെ ആരോഗ്യ പരിചരണ മേഖലയിൽ മുതൽക്കൂട്ടായി മാറി ശ്രീകൃഷ്ണപുരം ബാപ്പുജി ചിൽഡ്രൻസ് പാർക്കിന് സമീപം പ്രവർത്തിക്കുന്ന എലൈറ്റ് മെഡിക്കൽ സെന്ററിലാണ് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി എക്സ്റേ യൂണിറ്റ് സ്ഥാപിച്ചത്. ബുധനാഴ്ച നടന്ന ചടങ്ങിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശോകൻ എക്സ്റേ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ മുഖ്യാതിഥിയായി. ജനറൽ വിഭാഗത്തിന് പുറമെ ഡയബറ്റോളജി ആൻഡ് ജനറൽ മെഡിസിൻ വിഭാഗം, ആസ്മ അലർജി നെഞ്ചുരോഗ വിഭാഗം, കാർഡിയോ ഡയബറ്റിക് വിഭാഗം എന്നിവയും എല്ലാ ദിവസങ്ങളിലും എലൈറ്റ് ഓർത്തോ കെയർ ക്ലിനിക്കും മെഡിക്കൽ സെന്ററിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിവിശാലമായ സൗകര്യങ്ങളോടെ നൂതനമായ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന എക്സ്റേ യൂണിറ്റും ഒബ്സർവേഷൻ, ഫാർമസി സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടെ ഒരുക്കിയ എലൈറ്റ് മെഡിക്കൽ സെന്ററിൽ പ്രവർത്തിക്കുന്നുണ്ട്. എക്സ്റേ യൂണിറ്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച സൗജന്യ അസ്ഥിസന്ധി വാതരോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണപുരം റോട്ടറി ക്ലബ് പ്രസിഡന്റ് സത്യൻ CM, പഞ്ചായത്ത് അംഗങ്ങളായ ശാലിനി, ലത, ദ്വാരകാനാഥൻ, മണികണ്ഠൻ പാലാങ്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു. സാധാരണഗതിയിലെല്ലാം ചില ഹോസ്പിറ്റലുകളിലൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് ശരിക്കും സന്തോഷമാണ്. അവിടെ ചെന്നാൽ അപ്പോൾ തന്നെ അവർക്ക് മരുന്ന് കിട്ടുന്നു, ചികിത്സ കിട്ടി എന്നൊരു തോന്നലുണ്ടാവുകയും ചെയ്യും. സാധാരണഗതിയിലാണത്. പക്ഷെ അതിനപ്പുറത്ത് എന്താണ് അസുഖം എന്ന് മനസ്സിലാക്കിയ അസുഖത്തിന് മരുന്ന് കൊടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു സുഖം എന്ന് പറയുന്നത് വേറെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഓർത്തോ ഡോക്ടർ കുറേ ആയിട്ട് ഇവിടെ ഉണ്ട്. പക്ഷേ അവർക്ക് എന്താണ് അസുഖം എന്ന് മനസ്സിലാക്കി ചികിത്സിക്കാൻ കഴിയുന്ന ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു സൗകര്യം ഒരു എക്സ്റേ യൂണിറ്റ് കൂടി ഏർപ്പാടാക്കിക്കൊണ്ട് നമുക്ക് എന്താണ് അസുഖം, എവിടെയാണ് കേട്, ഒട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസുഖമാണോ എന്ന് മനസ്സിലാക്കി ചികിത്സിക്കാൻ പറ്റുന്ന പുതിയ സംവിധാനം നമ്മുടെ എലൈറ്റ് മെഡിക്കൽ സെന്ററിൽ ആരംഭിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക്, പ്രയാസം അനുഭവിക്കുന്നവർക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ സ്ഥാപനത്തിന് മാറാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എലൈറ്റ് ഹോസ്പിറ്റല് ശ്രീകൃഷ്ണപുരത്ത് ആശുപത്രി സേവന സൗകര്യങ്ങളെല്ലാം വിപുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വലിയൊരു കയ്യൊപ്പ് ചാർത്തി സാന്നിധ്യമറിയിച്ച് പ്രവർത്തനം ആരംഭിച്ച് മുന്നോട്ട് പോയിരിക്കുകയാണ്.
കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ ശ്രീകൃഷ്ണപുരത്തെയും പരിസരത്തെയും ആളുകൾക്കിടയിൽ അഭിമാനകരമായ രീതിയിൽ തന്നെ സേവനം നടത്തി വളർച്ചയുടെ പാതയിലേക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് സ്ഥാപനത്തിൻ്റെ സേവനം വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് എക്സ്റേ യൂണിറ്റ് കൂടി ഇന്ന് സ്ഥാപിതമായിട്ടുള്ളത്. അരവിന്ദ് സാർ ഡോക്ടർ അവരുടെ സേവനം ഫലപ്രദമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ എക്സ്റേ യൂണിറ്റ് കൂടി വരുന്നതോടെ കൂടുതൽ സാധ്യമാവുകയാണ്. കൂടുതൽ ജനങ്ങൾക്ക് അടുത്ത് ഉപകരിക്കാൻ പെടുന്ന രീതിയിലേക്ക് ഈ ആശുപത്രിയുടെ സേവനവും വിപുലപ്പെടുകയാണ്. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. പിന്നെ പെട്ടെന്ന് നമുക്കൊരു അസുഖം വന്നാൽ ആദ്യം എന്താണെന്ന് കണ്ടുപിടിച്ച് ചികിത്സിക്കല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് ഇത്രയും അടുത്തൊരു ഈ സ്ഥാപനത്തിലെ ഒരു സൗകര്യം വന്നത് ഏറ്റവും നന്നായി, ആളുകൾക്ക് ഉപയോഗപ്പെടട്ടെ. അതുപോലെ ആ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരും. സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റൽ എന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഓർത്തോ ഇതിലാണ് ധാരാളം രോഗികൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വട്ടമ്പലത്തൊക്കെയോ മറ്റത്തൊക്കെ പോകേണ്ടി വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരുള്ള പ്രദേശം അവർക്ക് സൗകര്യമുള്ള ഒരു സംവിധാനം ഉണ്ടാവുക എന്നത് ശ്രീകൃഷ്ണപുരത്തെ സംബന്ധിച്ച് എന്നും നല്ലതാണ്. എലൈറ്റിന് അതിൽ കഴിയും. ഇപ്പോഴത്തെ മെഡിക്കൽ ഓഫീസർ ശ്രീകൃഷ്ണപുരത്തെ ആദ്യത്തെ നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസർ ജയശ്രീ ഡോക്ടറും കൂടിയാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവസരം എലൈറ്റ് മെഡിക്കൽ സെൻ്ററിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ നെല്ലായയിൽ ഇനി ഇസ്ഹാറയുണ്ട്. നെല്ലായ മാവുണ്ടരിക്കടവ് റോഡിൽ ആരംഭിച്ച ഇസ്ഹാറ ബോട്ടിക് ആൻഡ് ഫാഷൻ അക്കാദമിയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടന്നു. നാലു വർഷത്തോളമായി നെല്ലായയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് പുതിയ രൂപത്തിലും ഭാവത്തിലും ഇസ്ഹാറ ബോട്ടിക് ആൻഡ് ഫാഷൻ അക്കാദമി എന്ന പേരിൽ മാവുണ്ടരിക്കടവ് റോഡിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചത്. സ്ത്രീ വസ്ത്രസങ്കല്പങ്ങൾക്ക് കൂടുതൽ മിഴിവേകുന്ന ട്രെൻഡിംഗ് ഫാഷൻ കളക്ഷനുകൾക്കൊപ്പം ഫാഷൻ ഡിസൈനിംഗ് പഠിക്കാനുള്ള സൗകര്യവും ഇസ്ഹാറയിൽ ഒരുക്കിയിട്ടുണ്ട്. വ്യാഴാഴ്ച നടന്ന ചടങ്ങിൽ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ സ്ഥാപന ഉടമയുടെ മാതാവ് തിത്തുമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. മാറുന്ന ഫാഷൻ കൺസെപ്റ്റുകൾക്കനുസരിച്ച പുതിയ ട്രെൻഡിംഗ് മോഡലുകളിലുള്ള സ്ത്രീ വസ്ത്രങ്ങളുടെ കമനീയ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതിനു പുറമെ ഫാഷൻ ഡിസൈനിംഗ് മേഖലയിൽ മികച്ച കരിയർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദഗ്ധരായ ട്രെയിനർമാരുടെ കീഴിൽ ഫാഷൻ ഡിസൈനിംഗ് പഠിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഫാഷൻ ഡിസൈനിംഗ്, കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ്, സാരി ട്രാപ്പിംഗ്, ഹാൻഡ് എംബ്രോയ്ഡറി, ആരി വർക്ക്, ക്രാഫ്റ്റ്, ക്രോഷറ്റ്, പെയിൻറ്റിംഗ്, പാറ്റേൺ മേക്കിംഗ്, ബോഡി മെഷർമെൻറ്റ്സ് തുടങ്ങിയ മേഖലകളിലാണ് ഇവിടെ പഠന സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതു പ്രായക്കാർക്കും അനായാസം ഫാഷൻ ഡിസൈനിംഗ് പഠിച്ചെടുക്കാനുള്ള മികച്ച ഓപ്ഷൻ തന്നെയാണ് ഇസ്ഹാറ ഒരുക്കിയിരിക്കുന്നത്. 6 മാസം, 1 വർഷം, 2 വർഷം കാലയളവിലുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകളാണ് ഇസ്ഹാറയിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ വെക്കേഷൻ ക്ലാസുകളും ഇസ്ഹാറയിൽ നൽകുന്നു.
3 വർഷമായിട്ട് നെല്ലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു സ്ഥാപനമാണ്. അതിപ്പോൾ നമ്മൾ റീബ്രാൻഡ് ചെയ്തിട്ട് ഇസഹാറ എന്ന പേരിൽ ഒരു ബൊട്ടീക്കും ഫാഷൻ അക്കാഡമിയും ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മുമ്പ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് നമ്മൾ ഓൾറെഡി കൊടുത്തിരുന്നു. ഇപ്പോൾ അതൊരു ബൊട്ടീക്കും പിന്നെ ഒരു ഫാഷൻ അക്കാഡമി, അതായത് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടെ നമ്മൾ ഫാഷൻ ഡിസൈനിങ്, സ്റ്റിച്ചിങ്, പിന്നെ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ്, ഹാൻഡ് എംബ്രോയിഡറി, ക്രോഷേ, പിന്നെ ഫാബ്രിക് പെയിൻറ്റിങ്, അങ്ങനത്തെ കുറേ സർവീസ് നമുക്കിവിടെ ഉണ്ട്. പിന്നെ ബൊട്ടീക്കായിട്ടും ഉണ്ട് നമ്മൾ, അതായത് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ നെല്ലായ മൗണ്ടറി റോഡിൻ്റെ അവിടെ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് വരുന്നത്. എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എലിപ്പശ്ശേരിയില് ഇജാറാന്ന് പറഞ്ഞ ഒരു കട ഉണ്ട്. അവിടെ വലിയവർക്കുണ്ട് കുട്ടികൾക്കുണ്ട് ഡ്രസ്സ്, നല്ല ചന്തത്തിലുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വന്ന ഇജാറാനുള്ള ഷോപ്പിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ നേടിയ മിന്നും വിജയം. ആഹ്ലാദത്തിൽ സ്വന്തം നാടായ തച്ചനാട്ടുകരയിലെ UDF പ്രവർത്തകരും നേതാക്കളും. നാട്ടിൽ വൻ സ്വീകരണം നൽകാൻ ഒരുക്കങ്ങൾ. ചെർപ്പളശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് മെയ് 9 അടയ്ക്കും. ടൗണിലെ ട്രാഫിക് പരിഷ്കരണത്തിൽ 9 മുതൽ അടിമുടി മാറ്റം. പൊതുജനങ്ങൾ ട്രാഫിക് ക്രമീകരണങ്ങളുമായി സഹകരിക്കണമെന്ന് നഗരസഭാ അധികൃതർ. ഒറ്റപ്പാലം പാലപ്പുറത്ത് ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡിലെ പരസ്യ ബോർഡിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മായന്നൂർ സ്വദേശിയായ അനീഷാണ് മരിച്ചത്. ഫുഡ് ഡെലിവറി ബോയാണ് അനീഷ്. ഒറ്റപ്പാലം തോട്ടക്കര ഭാഗത്ത് പുലിയുടേതെന്ന് തോന്നിക്കുന്ന കാൽപ്പാടുകൾ കണ്ടത് നാട്ടുകാരെ ആശങ്കയിലാക്കി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. കാൽപ്പാടുകൾ കാട്ടുപൂച്ചയുടേതാകാനാണ് സാധ്യതയെന്ന് ഉദ്യോഗസ്ഥർ. നെല്ലായയിൽ ഞാറ്റുവേല സാംസ്കാരിക സമിതി സംഘടിപ്പിക്കുന്ന സർഗോത്സവം മെയ് 9 നടക്കും. വൈവിധ്യമാർന്ന കലാസാംസ്കാരിക പരിപാടികൾ അരങ്ങേറുമെന്ന് സംഘാടകർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.